ഒരു വർഷത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് സിറിയയിൽ ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ വിമതസേനകൾക്ക് സാധിച്ചത്. ഇതോടെ സിറിയ ശാന്തമാകുമോ? നഷ്ടപ്പെട്ട സ്വൈരജീവിതം ജനങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? ഏതു വിമതസേനയാണ് ബാഷർ ഭരണത്തെ അട്ടിമറിച്ചത്? ആരായിരിക്കും വിമത ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്? ഇപ്പോഴത്തെ ഭരണശൂന്യത മുതലെടുക്കാൻ IS ഭീകരർ വീണ്ടും ശ്രമിക്കുമോ? കടുത്ത തിരിച്ചടിയേറ്റ് പിൻവാങ്ങിയ റഷ്യയും ഇറാനും അടങ്ങിയിരിക്കുമോ? ലിബിയെപ്പോലെ സിറിയയും ഛിന്നഭിന്നമാകുമോ? ഭരണ അട്ടിമറിക്ക് ശേഷം ഉയരുന്ന പ്രധാന ചോദ്യങ്ങളാണിതെല്ലാം. വിമതരുടെ ജയം അവസാനിക്കാത്ത യുദ്ധങ്ങളുടെ തുടക്കത്തിന് സിറിയയിൽ തിരികൊളുത്തുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. കുർദു വംശീയരെ അടിച്ചമർത്താൻ തങ്ങൾക്ക് അനുകൂല ഭരണം അവരോധിക്കാൻ ലക്ഷ്യമിടുന്ന തുർക്കി, റഷ്യയെ ആട്ടിയോടിച്ച് മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക, ഇറാനും ഹിസ്ബുള്ളയ്ക്കും സ്വാധീനമില്ലാത്ത ഭരണം സിറിയയിൽ ഉണ്ടാകാൻ കരുക്കൾ നീക്കുന്ന ഇസ്രയേൽ. ഓരോ രാജ്യങ്ങളുടെയും വ്യത്യസ്ത താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ അശാന്തമാവുകയാണ് വീണ്ടും സിറിയ. ബാഷർ അൽ അസദിനെതിരെ പടനയിക്കാൻ ആയുധമെടുത്തവരും ആയുധം കൊടുത്തവരും അധികാരത്തിനും സ്വാധീനത്തിനും കടിപിടി കൂടുമെന്ന് ഉറപ്പുള്ളപ്പോൾ സിറിയയിൽ തടയാനാകാത്ത മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിന് ആരായിരിക്കും തുടക്കം കുറിക്കുകയെന്ന ഭയപ്പാടോടെ ഉറ്റുനോക്കുകയാണ് ലോകം. വിമത സായുധ സംഘങ്ങളുടെ പടയോട്ടത്തിന് ശേഷം സിറിയ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. വീടിനുള്ളിൽ പേടിച്ചിരുന്നവർ തെരുവിലിറങ്ങി പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിച്ചതിന്റെ പേരിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവരോടൊപ്പം കൂടുന്നു. അപ്പോഴും സാധാരണക്കാരായ സിറിയക്കാരുടെ മനസ്സിലുയരുന്ന ഒരു ചോദ്യമുണ്ട്: ഈ സന്തോഷം എത്ര നാൾ ഉണ്ടാകുമെന്ന്. സ്വേച്ഛാധിപത്യം മറ്റൊരു രൂപത്തിൽ കടന്നുവരില്ലെന്ന് എന്താണ് ഉറപ്പെന്നും അവർ ഭയപ്പെടുന്നു. പുറമേ കാണുന്ന ശാന്തതയ്ക്ക് അധികം ആയുസ്സില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ആഴ്ചകൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ എവിടെ നിന്നെങ്കിലും തീപ്പൊരി പടരുമെന്ന ആശങ്ക ശക്തമാണ്. വിവിധ ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന സിറിയയിൽ ആരെയൊക്കെ ആക്രമിക്കുമെന്നതിന് ഉറപ്പില്ല. ലോകത്തെ മറ്റൊരു ജനതയും നേരിടാത്ത കൊടും ദുരിതമാണ് IS ഭീകരർ മുമ്പ് സിറിയയിൽ അഴിച്ചുവിട്ടത്. അത്തരമൊരു ദുരന്തനാളുകൾ ഇനിയും ആവർത്തിക്കാമെന്ന പരിഭ്രാന്തിയിലാണ് സിറിയൻ ജനത. അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ ശക്തികൾ അധികാരം പിടിച്ചതോടെ സിറിയയിൽ ഏറെക്കാലമായി തുടരുന്ന അനിശ്ചിതത്വം ദുരന്തപൂർണമായ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. പ്രസിഡന്റ് ബാഷർ അൽ അസദ് വിരുദ്ധർ പെട്ടെന്നൊരുനാൾ ഒന്നിക്കുകയും പ്രവിശ്യകൾ ഓരോന്നും പിടിച്ചെടുക്കുകയും ചെയ്തതിന് പ്രാദേശിക ശക്തികളുടെ സഹകരണം മാത്രമല്ല, രാജ്യാന്തര ശക്തികളുടെ ഇടപെടലും ഉണ്ടെന്നുള്ളതിൽ തർക്കമില്ല. അല്ലെങ്കിൽ വളരെ വേഗം വിമതരുടെ പക്കൽ ഇത്രയും ശക്തമായ ആയുധങ്ങൾ എങ്ങനെ എത്തിച്ചേരുമെന്നാണ് പ്രസക്തമായ ചോദ്യം. അട്ടിമറിക്കു ശേഷം ശക്തമായ ഭരണ സംവിധാനം ഉറപ്പായില്ലെങ്കിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ കാരണം സിറിയയുടെ സ്ഥിതി വീണ്ടും അത്യന്തം ഗുരുതരമാകാം. ഭീകരവാദത്തെ നേരിടാനെന്ന പേരിൽ US-ഉം തുർക്കിയും ഇസ്രായേലും നടത്താൻ ശ്രമിക്കുന്നത് അവരുടെ അജണ്ടകളായിരിക്കും. കെട്ടുറപ്പുള്ള ഭരണമില്ലെങ്കിൽ സിറിയയിലെ അസ്ഥിരത മറ്റു രാജ്യങ്ങളിലേക്കും പടരാൻ സാധ്യതയുണ്ട്. ആഭ്യന്തര യുദ്ധകാലത്ത് ആയുധമെടുത്തവരും കൊടുത്തവരും നാലായി പങ്കിട്ട രാജ്യമാണ് ഇന്നത്തെ സിറിയ. അമേരിക്ക, ഇസ്രായേൽ, റഷ്യ, ഇറാൻ, തുർക്കി, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം അവരുടേതായ താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. സിറിയയുടെ കിഴക്കൻ മേഖല തുർക്കിയും കിഴക്ക് പടിഞ്ഞാറൻ മേഖല റിബലുകളും തെക്ക് ഗോലാൻ മേഖല ഇസ്രായേലുമാണ് നിയന്ത്രിച്ചിരുന്നത്. തലസ്ഥാനം ഉൾപ്പെടെയുള്ള ഹൃദയഭാഗം മാത്രമായിരുന്നു പ്രസിഡന്റ് ബാഷറിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നത്. സ്വന്തമായി ഒരു രാജ്യമില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ വംശീയ വിഭാഗമാണ് കുർദിഷ് ജനത. ഇറാഖ്, ഇറാൻ, സിറിയ, തുർക്കി എന്നിവിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന കുർദുകൾ തുർക്കിയോട് ചേർന്നുള്ള സിറിയൻ അതിർത്തിയിൽ സ്വതന്ത്ര രാജ്യത്തിനായി വർഷങ്ങളായി പോരാടുന്നു. അതുകൊണ്ടുതന്നെ കുർദുകളെ ചെറുക്കാൻ വടക്കൻ സിറിയയിലെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതാണ് തുർക്കിയുടെ ലക്ഷ്യം. അസദിനെതിരെ പോരാടാൻ പല ഗ്രൂപ്പുകൾക്കും ആയുധങ്ങൾ എത്തിച്ചപ്പോഴും തുർക്കിയുടെ ലക്ഷ്യങ്ങളിലൊന്ന് കുർദ് വിരുദ്ധ ഭരണ സംവിധാനം സിറിയയിൽ അവരോധിക്കുക എന്നതായിരുന്നു. പലതരത്തിലുള്ള ലക്ഷ്യവുമായി അയൽക്കാർ വടക്കുനിന്നും തെക്ക് കിഴക്കുനിന്നും സിറിയയിലേക്ക് അടുക്കുമ്പോൾ US-നുള്ളതും വലിയ മോഹങ്ങളാണ്. ഇറാന് സിറിയയിലുള്ള സ്വാധീനം ഇല്ലാതെയാക്കണമെന്ന അമേരിക്കയുടെ ലക്ഷ്യത്തിന് ദീർഘകാലത്തെ പഴക്കമുണ്ട്. അതേസമയം തന്നെ റഷ്യയ്ക്ക് സിറിയയിലുള്ള സൈനികമായ ആധിപത്യം നഷ്ടപ്പെടുത്തുകയും വേണം. ഇതോടെ മേഖലയിൽ മുൻകൈ നേടിയെടുക്കാമെന്നാണ് US സ്വപ്നം കാണുന്നത്. വിമത മുന്നേറ്റത്തിനു പിന്നാലെ സിറിയയ്ക്കുള്ളിലെ IS കേന്ദ്രങ്ങൾ
US പോർ വിമാനങ്ങൾ മിസൈലുകൾ അയച്ച് തകർത്തതിനു പിന്നിലും ശത്രുക്കളെ നിർവീര്യമാക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. ഇസ്രായേലിനുമുണ്ട് ലക്ഷ്യങ്ങൾ അനവധി. ഇറാനും ഹിസ്ബുല്ലയ്ക്കും ഇടയിലുള്ള പാലമായിരുന്നു ബാഷർ അൽ അസദിന്റെ സിറിയ. സിറിയ തളർന്നാൽ ഇറാനും ഹിസ്ബുല്ലയും അശക്തരാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂട്ടരും കരുതുന്നു. ഗോലാൻ കുന്നുകൾക്കും ചുറ്റുമുള്ള വലിയ എണ്ണ നിക്ഷേപത്തിൽ ഇസ്രായേൽ കണ്ണുവയ്ക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഈ മേഖല സുരക്ഷിതമായി കിട്ടിയാൽ പതിറ്റാണ്ടുകളോളം എണ്ണയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകാം എന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. തുർക്കിയുടെയും ഇസ്രായേലിന്റെയും സൈന്യം അതിർത്തി കടന്ന് സിറിയയിലെത്തിയെന്നാണ് റിപ്പോർട്ട്. തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്നും 25 കിലോമീറ്റർ ദൂരം വരെ ഇസ്രായേൽ സൈന്യം എത്തിയെന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുർക്കി സൈന്യത്തിന് അലേപ്പോയിൽ എത്താൻ കഴിഞ്ഞത് ആശങ്കയുണ്ടാക്കുന്നു. ആഭ്യന്തര യുദ്ധകാലത്ത് അതിർത്തി കടന്ന് തുർക്കിയിൽ അഭയം തേടിയ 10,000-കണക്കിന് സിറിയക്കാരെ മടക്കിക്കൊണ്ടുവരികയാണ് തുർക്കിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനുവേണ്ടി പാതയൊരുക്കുവാനാണ് തുർക്കി സൈന്യം അലേപ്പോ ലക്ഷ്യമാക്കി നീങ്ങിയത്. ഇതോടൊപ്പം കിഴക്കും വടക്കും മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ച കുർദ് സേനയെ തകർക്കുക എന്ന ലക്ഷ്യവും തുർക്കിക്കുണ്ട്. പ്രത്യേക രാജ്യമെന്ന ലക്ഷ്യവുമായി പോരാടുന്ന കുർദുകളെ പ്രതിരോധിക്കാൻ വടക്കൻ മേഖലയിൽ ഒരു ബഫർ സോൺ ആണ് ഈ അനിശ്ചിതത്വത്തിനിടയിലും തുർക്കി ലക്ഷ്യമിടുന്നത്. അങ്ങനെയൊരു ശ്രമവുമായി കടന്നുവന്ന തുർക്കി സേനയുമായി കുർദ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ചൊവ്വാഴ്ച അമേരിക്ക ഇടപെട്ട് ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിച്ചുവെങ്കിലും സംഘർഷത്തിന് പെട്ടെന്നൊന്നും അയവ് വരില്ലെന്നാണ് സിറിയയിലെ ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധി ഗീർ പെഡേഴ്സൺ നൽകുന്ന മുന്നറിയിപ്പ്. തുർക്കി ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ തീർച്ചയായും അമേരിക്കയും ഇസ്രായേലും കുർദുകൾക്ക് പിന്തുണയുമായി എത്തും. അങ്ങനെ സംഭവിച്ചാൽ സിറിയയുടെ വടക്കൻ മേഖലയിൽ തുറക്കുന്നത് വിദേശ ശക്തികൾ കൂടി പങ്കുചേരുന്ന മറ്റൊരു യുദ്ധമുഖമായിരിക്കും. സംഘർഷം സായുധ സംഘങ്ങൾ അടക്കി വാഴുന്ന സിറിയയുടെ മറ്റു പ്രദേശങ്ങളിലേക്കും അതിവേഗം പടരാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ബാഷർ അൽ അസദ് രാജ്യം വിട്ടോടി മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ സൈന്യം ഗോലാൻ കുന്നുകളും കടന്ന് ഹെർമോൻ പർവ്വതപ്രദേശം നിയന്ത്രണത്തിലാക്കി. ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ എതിർപ്പുമായി മുന്നോട്ടു വന്നെങ്കിലും ഡമസ്കസ് പിടിച്ചെടുത്ത HTS തങ്ങൾക്കെതിരെ തിരിയുമെന്നും പ്രതിരോധത്തിനായി ബഫർ സോൺ നിർമ്മിക്കുവാനാണ് സിറിയയിലേക്ക് കടന്നു കയറിയതെന്നുമാണ് ഇസ്രായേലിന്റെ ന്യായം. 500ഓളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം സിറിയൻ മണ്ണിൽ നടത്തിയത്. സിറിയൻ സൈന്യം ഉപേക്ഷിച്ചുപോയ ആയുധപ്പുരകൾ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിലൂടെ തകർത്തു. ആയുധങ്ങളും മറ്റും ഭീകരവാദികളുടെ കൈകളിൽ എത്താതിരിക്കാനാണ് ഇസ്രായേലിന്റെ ആക്രമണം. സിറിയയുടെ 70 മുതൽ 80% വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF അവകാശപ്പെട്ടു. 2 നാവിക കേന്ദ്രങ്ങളിലായി 15 നാവികസേനാ കപ്പലുകൾ, വിമാനവേദ മിസൈലുകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, കടലിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലുകൾ ഉൾപ്പെടെ നിരവധി മിസൈലുകൾ എന്നിവയെല്ലാം തകർത്തതായി IDF അവകാശപ്പെട്ടു. ഈ കടന്നുകയറ്റത്തിലൂടെ ഇസ്രായേലിന് നേട്ടങ്ങൾ പലതാണ്. ഹെർമോൻ പർവ്വതത്തിൽ നിന്നും സിറിയയെയും ലബനാനെയും സുഗമമായി വീക്ഷിക്കാമെന്നത് ഒന്നാമത്തെ നേട്ടം. ഗോലാൻ മേഖലയിലെ സമൃദ്ധമായ എണ്ണ നിക്ഷേപവും ഇസ്രായേലിന് സ്വന്തമാക്കാം. സിറിയ വഴിയാണ് ഇറാൻ ലബനാനിലെ ഹിസ്ബുല്ലയ്ക്കും മറ്റും ആയുധക്കടത്ത് നടത്തുന്നത്. ആ വഴി അടയ്ക്കുന്നതോടെ തങ്ങൾക്കെതിരെ ആയുധമെടുക്കുന്ന ഹിസ്ബുല്ലയെ സമ്മർദ്ദത്തിലാക്കാനും ഇസ്രായേലിന് കഴിയും. അതുകൊണ്ടാണ് ബാഷർ അൽ അസദിന്റെ ഭരണം വീണ ദിവസത്തെ പശ്ചിമേഷ്യയ്ക്ക് ചരിത്ര ദിനമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇറാൻ നേതൃത്വം നൽകുന്ന ചെകുത്താന്റെ അച്ചുതണ്ടിലെ പ്രധാന കണ്ണിയുടെ പതനമാണെന്നുകൂടി നെതന്യാഹു പറഞ്ഞപ്പോൾ ആ കണ്ണിയിലുണ്ടായിരുന്ന ഹമാസിനെയും ഹിസ്ബുല്ലയെയും ഏതാണ്ട് മൃതപ്രായമാക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സിറിയയിൽ നടന്ന ബഹുരാഷ്ട്ര കളിയിൽ കനത്ത നഷ്ടം നേരിട്ടത് റഷ്യയ്ക്കാണ്. സിറിയയ്ക്കു വേണ്ടി പ്രതിരോധം തീർത്തിരുന്ന റഷ്യയുടെ അത്യാധുനിക S-400 മിസൈൽ പ്രതിരോധ സംവിധാനമായ റഡാർ സിസ്റ്റം വിമതസേന പിടിച്ചെടുത്തത് അവർക്ക് തിരിച്ചടിയായി. S-400 മിസൈൽ പ്രതിരോധ സംവിധാനം മനസ്സിലാക്കാൻ വർഷങ്ങളായി പരിശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇനി കാര്യം വളരെ എളുപ്പമായി. പുറമേക്ക് HTSനെ ഭീകര ഗ്രൂപ്പുകളെന്ന് വിശേഷിപ്പിക്കുമെങ്കിലും അവർക്ക് സായുധ പരിശീലനം നൽകിയത് US ചാരസംഘടനയായ CIA എന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് ശരിയാണെങ്കിൽ റഷ്യയുടെ വജ്രായുധമായ S-400 മിസൈലിന്റെ ഉള്ളിലിരിപ്പ് മുഴുവനും അധികം വൈകാതെ അമേരിക്കയുടെ കൈകളിലെത്തും. ബാഷർ അൽ അസദിനെ അധികാരത്തിൽ നിന്നും ആട്ടിപ്പായ്ച്ചത് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന HTS ആണെങ്കിലും മുന്നേറ്റത്തിന് മറ്റ് അനവധി ഗ്രൂപ്പുകളുമുണ്ടായിരുന്നു. അധികം വൈകാതെ അധികാരത്തിനായി ഈ ഗ്രൂപ്പുകൾ തമ്മിൽ പോരാട്ടം തുടങ്ങുമെന്നാണ് വിലയിരുത്തൽ. വിമത സഖ്യത്തിന്റെ നേതൃനിരയിലുള്ള HTS തലവൻ അബൂ മുഹമ്മദ് അൽ ജുലാനി പ്രഖ്യാപിക്കുന്നത് സിറിയയുടെ ഏകീകരണമാണ്.
IS-ഉം കുർദുകളും നിയന്ത്രിക്കുന്ന പ്രദേശങ്ങൾ കൂടി ജുലാനിയുടെ ലക്ഷ്യത്തിലുണ്ടെങ്കിൽ സിറിയ മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിക്കേണ്ടിവരും. അങ്ങനെ സംഭവിച്ചാൽ ആഭ്യന്തര യുദ്ധം വരുത്തിവെച്ച വിനാശകരമായ ലിബിയയുടെ അവസ്ഥയിലേക്ക് സിറിയയും എത്തിച്ചേരും.